പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 പത്രോസ് 1 അധ്യായം 7 അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അത് വിലയേറിയതാണ്. ഇന്ന് പകൽക്കാലവും നാം വിശ്വാസികൾ എന്ന് പേര് പറഞ്ഞ് ജീവിക്കുമ്പോൾ പ്രിയരെ, വിശ്വാസത്തെ പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. നാം കർത്താവേ കർത്താവേ എന്ന് പറയുകയും ജീവിതത്തിൽ അതിൻ്റെ പരീക്ഷയ്ക്കകത്ത് നാം പരാജയപ്പെട്ടുകയും പോവുകയും ചെയ്താൽ നമുക്ക് കഷ്ടം. ഇതാ വേദപുസ്തകം പറയുന്നു, വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ്. അതിന് വിലയുണ്ട്. നിശ്ചയമായി വിലയുള്ളത് കൊണ്ട് അതിന് പ്രതിഫലവും ഉണ്ട്. വേദപുസ്തകം പറയുന്നു, അത് തേജസ്സിന് മാനത്തിന് ഹല്ലേലൂയ അത് ഇടയായിത്തീരും, അത് പുകഴ്ചയ്ക്ക് ഇടയായിത്തീരും. നിങ്ങൾക്കറിയാം, പത്രോസിനെ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ ഒരു ശോധനയിലൂടെ കടത്തിവിട്ടു. കർത്താവിനെ ഏറ്റുപറയേണ്ട സ്ഥാനത്ത് 3 പ്രാവശ്യം എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഒരുപക്ഷെ വാഗൊണ്ട് താൻ ഏറ്റുപറഞ്ഞത്, വാഗൊണ്ട് താൻ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ശോധന വന്നപ്പോൾ കർത്താവിനെ തള്ളിപ്പറയേണ്ട അവസ്ഥ. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു പരിശോധനയുണ്ട്. ആ പരിശോധനയിൽ നിങ്ങൾ പിടിച്ചു നിന്നാൽ നിശ്ചയമായി ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വലിയ മാന്യത ലഭിക്കും, വലിയ പുകഴ്ച ലഭിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം പത്രോസിനെ തിരിച്ചു പിടിച്ചു, പത്രോസിനെ വീണ്ടും പണിതു. ഹല്ലേലൂയ. ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ക്രിസ്തുവിനെ താൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ ഏറ്റുപറഞ്ഞു. അന്ന് തള്ളിപ്പറഞ്ഞ അതേ ജനത്തിൻ്റെ നടുവിൽ താൻ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച നസ്രയനായ യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ യേശുവിനെ ഏറ്റുപറയാൻ തയ്യാറാണോ? നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ, നിങ്ങളായിരിക്കുന്ന ഹല്ലേലൂയ കുടുംബത്തിൽ, കൂട്ടായ്മയുടെ നടുവിൽ എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം എന്നെ ഇതുവരെ നടത്തി, അത് ധൈര്യത്തോടെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ആ ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് മുഴുമഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തയ്യാറെങ്കിൽ പ്രിയരെ, നിങ്ങളെ മാനിക്കുന്ന ദിവസത്തിൽ അന്ന് നിങ്ങൾക്ക് പുകഴ്ചയ്ക്ക് തേജസ്സിന് മാനത്തിന് കാരണമായി തീരും. തീക്കകത്തോട് പൊന്ന് കടത്തിവിടുമ്പോൾ പൊന്നിൻ്റെ തിളക്കം കൂടും, പൊന്നിൻ്റെ വില വർദ്ധിക്കും, അതിൻ്റെ പ്യൂരിറ്റി കൂടും. ഏറ്റവും പ്യുവർ ഗോൾഡാണ് പുറത്തു വരുന്നത്. നിങ്ങൾക്കറിയാം, നല്ല പ്രോസസ്സ്. ഹല്ലേലൂയ തട്ടാൻ തീക്കകത്തേക്ക് സ്വർണ്ണമിടുമ്പോൾ അതിനെ സ്വർണം തീക്കകത്ത് തള്ളിക്കളയുകയല്ല, അതൊരു അല്പസമയത്തേക്കേ തീയിലിടത്തുള്ളൂ. എല്ലാ കാലത്തും അത് തീക്കകത്തല്ല കിടക്കുന്നത്. എന്നാൽ തീക്കകത്തുനിന്ന് പുറത്തു വരുന്ന ദിവസം ആ സ്വർണത്തിൻ്റെ മാറ്റ് കൂടും, ആ സ്വർണത്തിൻ്റെ വില കൂടും, ആ സ്വർണത്തിൻ്റെ ഹല്ലേലൂയ പ്യൂരിറ്റി കൂടും. അതുപോലെയാ ഒരു വിശ്വാസി തീയിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയരെ, എല്ലാ കാലത്തും നിന്നെ തീ തള്ളിവിടത്തില്ല. തീക്കകത്തേക്ക് ഇറക്കി വിട്ട നല്ല തട്ടാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട്. കാരണം നീ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാ, വിലയേറിയവനാ, തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. അങ്ങനെയെങ്കിൽ പുറത്തു വരുമ്പോൾ നിൻ്റെ മാറ്റ് കൂടും, നിൻ്റെ വില കൂടും. നിങ്ങൾക്ക് ഇയ്യോബിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം. ആ ഒരു ശോധന ദൈവം അനുവദിച്ചതാ. പിശാചിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ ആ ശോധനയ്ക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതാ. എന്നാൽ തീക്കകത്ത് തള്ളിവിട്ടിട്ട് കർത്താവ് മറഞ്ഞിരുന്നില്ല. കർത്താവിൻ്റെ കണ്ണ് എല്ലാ കാലത്തും തൻ്റെ അഭിഷിക്തൻ്റെ മേലുണ്ട്. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നീ കടന്നു പോകുന്ന ശോധന, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യം എൻ്റെ കർത്താവിന് നന്നായിട്ടറിയാം. നീ കടന്നു പോകുന്ന വേദനയുടെ ആഴം ദൈവത്തിന് നന്നായിട്ടറിയാം. പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട നമ്മുടെ പൊന്നു കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ നന്നായിട്ടറിയാം. ഒരു ദിവസം അവൻ പുറത്തു കൊണ്ടുവരും. ഈ ശോധന ദീർഘകാലമില്ല. ഈ തീയുടെ അനുഭവം എല്ലാ കാലത്തുമില്ല. തീക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന
ദിവസം. പ്രിയരെ, നിങ്ങളുടെ വില കൂടും. ഹല്ലേലൂയ. ഇയ്യോബ് പുറത്തു വന്നപ്പോൾ, പ്രശ്നത്തെ അതിജീവിച്ചപ്പോൾ, വേദപുസ്തകം പറയുന്നു, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ ദേശത്തിലെ പ്രമാണികൾ അവനെ കാണാൻ വന്നു. ഓരോരുത്തരും അവൻ്റെ കയ്യിൽ പൊന്മോതിരമിട്ടു, അവനെ മാനിച്ചു. അവൻ്റെ പിൽക്കാലം മുൻകാലത്തേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ദേശത്ത് അവൻ്റെ നാമം ഉയർത്തപ്പെട്ടു. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല്, വിശ്വാസത്തിന് വിലയുണ്ട്. ആ വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അബ്രഹാം വില കൊടുത്തു. 25 വർഷം ആ വിശ്വാസത്തിന് വേണ്ടി താൻ കാത്തിരുന്നു. അതൊരു വിലയാ. വലിയൊരു കാലം കൊടുത്തു. എന്നാൽ എന്താ സംഭവിച്ചത്? അബ്രഹാമിനെ ഇന്നും നാം ഓർത്ത് അവൻ വിശ്വാസികളുടെ പിതാവെന്ന് നാം വിളിക്കുന്നു. അതാ ആ വിലയുടെ പ്രതിഫലം. ഇന്ന് രാവിലെയും കാത്തിരിപ്പിന് വിലയുണ്ട്, ശോധനയ്ക്ക് വിലയുണ്ട്. അത് കർത്താവ് അവൻ്റെ ദിവസത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന സമയത്തിന്, ഹല്ലേലൂയ, നിങ്ങളുടെ ആരോഗ്യത്തിന്, ദൈവം നിങ്ങൾക്ക് തന്ന എല്ലാ നന്മയിലും ദൈവത്തെ മാനിക്കുന്നതിന് വില കൽപ്പിക്കുന്ന, മാന്യത തരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നീതിയുള്ള രാജാവ് തൻ്റെ കരം കൊണ്ട് നിങ്ങളുടെ തലയിൽ പൊൻകിരീടം വയ്ക്കും. ആ നല്ല പുലരിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവിന് നന്ദി പറയാം. ജീവിതത്തിൻ്റെ ശോധനയുടെ നടുവിലും കർത്താവിനെ തള്ളിപ്പറയാതെ മുറുകെ പിടിക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.